അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോ, അതിൽ ഒരു ഭാഗത്തുള്ളത് കൂറാത്തങ്ങൾ ഖബറിന്റെ മാറ്റം വെറും 3 ദിവസം കൊണ്ട് എന്നുള്ളതാണ്. 3 ദിവസത്തെ 3 ഫോട്ടോയും അവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ മറ്റൊരു സൈഡിലുള്ളത് 1400 വർഷം മുമ്പുള്ള സ്വഹാബത്തിന്റെ ഖബർ കണ്ടു നോക്കൂ എന്നുള്ളതാണ്. അതിന് മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്ത് ഷിയ എന്നും ഒരു ഭാഗത്ത് ഇസ്ലാം എന്നുമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇന്നിവിടെ ഇത് കാണിക്കുവാനുള്ള കാര്യവും. അവിടെ ദിവസങ്ങൾ 1, 2, 3 ഡേ ഒക്കെ കാണിച്ചിട്ടുണ്ട് ഖബറിന് വന്ന മാറ്റം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖബർ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് എന്നുള്ളതൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഷിയാക്കൾ അതിന് ഒരുപാട് മാറ്റങ്ങളും മാനങ്ങളും വരുത്തിയിട്ടുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ മരിച്ചാൽ അവരുടെ ഖബർ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, അതിന്റെ പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള വീഡിയോസ് ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന ഈ ചാനലിലൂടെ അബ്ദുൽ ലത്തീഫ് സഖാഫി പറയുന്ന വിഷയങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇസ്ലാമിക സംശയ നിവാരണ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് മുമ്പ് ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് ഇടുന്നുണ്ട്. പരമാവധി ഉപയോഗിക്കുക. അദ്ദേഹത്തിന്റെ നല്ല നല്ല ക്ലാസ്സുകളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും എന്നുള്ളതാണ്. ഇൻഷാല്ലാ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. എന്താണ് ഇസ്ലാം, എന്താണ് ഷിയായിസം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇസ്ലാമിന്റെ ഷർട്ടും പാന്റും ഇട്ടിട്ട് നടക്കുന്നത് ഷിയായിസമാണ്. എന്നാൽ ഷിയാക്കളോട് ഇത് സംബന്ധമായിക്കൊണ്ട് സംവദിച്ചു കഴിഞ്ഞാൽ അവർ പറയുക ഞങ്ങളൊന്നല്ല, ഇത് പേച്ച വർഗാണെന്നുള്ളതാണ്. ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഷിയായിസത്തിന് പോലും വെറുപ്പുളവാക്കുന്ന തരത്തിലുള്ള മറ്റു ഇസങ്ങളും മറ്റു ഇതര മത ആദർശങ്ങളൊക്കെ പേറിക്കൊണ്ട് നടക്കുന്ന ഈ ജഹാലത്തിന്റെ വക്താക്കൾ ഈ ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത് നരകത്തിയിലേക്കാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഇൻഷാല്ലാ ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് സഖാഫിയുടെ വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ശിഷ്യനാണ് എന്നുള്ളത് മുമ്പ് പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വീഡിയോയിലേക്ക്. അപ്പോൾ ഇവിടെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിനോട് ചോദിച്ച ചോദ്യത്തിലെ 2 വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ മറുപടിയും അതിന്റെ ന്യായങ്ങളും പ്രമാണ സഹിതം നാം വിവരിച്ചു. ഇനി രണ്ടാമത്തെ വിഭാഗം ആളുകൾ കുറെ ന്യായങ്ങൾ അവരുടെ വകയായി പറഞ്ഞിട്ടുണ്ട്. ഒന്നിനു തന്നെയും പ്രമാണങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നത് കിതാബ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ പറഞ്ഞ ന്യായങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചുരുക്കി ഒന്നുകൂടി പറയാം. ഒന്ന്, ഈ സ്ഥലം ഒരു പുറമ്പോക്ക് ഭൂമിയാണ്. പുറമ്പോക്ക് ഭൂമിയിൽ ആർക്കും അത് തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ശരിപ്പെടുത്തി എടുക്കാൻ അവകാശമുള്ളത് കൊണ്ട് ഇവിടെ ഒരാൾ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നതിൽ വിരോധമില്ല എന്നതാണ് ഒന്നാമത്തെ ന്യായം. രണ്ടാമത്തേത് സർക്കശി ഇമാമ് ഖാദിമിൽ ഷറഫുദ്ദീൻ അൽ അൻസാരി റഹിമഹുല്ലാഹുവിൽ നിന്ന് ദീർഘമായി ഉദ്ധരിച്ച ഒരു ഉദ്ധരണിയാണ്. മുൻഗാമികളായ ആളുകളൊക്കെ ഖബറുകളുടെ മുകളിൽ നിർമ്മിക്കപ്പെട്ട കുബ്ബകളെയും മറ്റ് നിർമ്മാണ പ്രവർത്തികളെയും കണ്ടിട്ട് അവരാരും തന്നെ ഒരു കാലത്തും ആ പ്രവർത്തനങ്ങളെ കുറ്റപ്പെടുത്തുകയോ വിരോധിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് രണ്ടാമത്തെ ന്യായം. കൂട്ടത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹുവിന്റെ ഖബറിന്റെ മുകളിൽ കുബ്ബയുണ്ടാക്കിയിട്ടുണ്ട്, മദ്രസയുണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ എണ്ണി പറഞ്ഞു. മൂന്നാമതായി ഹാക്കിം റഹിമഹുല്ലാ അവിടുത്തെ മുസ്തദറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തികളെയും പേരെഴുതുന്നതിനെയും വിരോധിച്ചു കൊണ്ടുള്ള ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഇങ്ങനെയല്ല മുസ്ലിമീങ്ങൾക്കിടയിൽ നടന്നു വരുന്നത്, കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരുടെ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തികളും പേരെഴുതി വെക്കലും നടത്തിയിട്ടുണ്ട്. അത് മുൻഗാമികളിൽ നിന്ന് പിൻഗാമികൾ ഏറ്റുവാങ്ങിയ ഒരു പ്രവൃത്തിയാണ് എന്നറിയിക്കുന്ന രൂപത്തിൽ ഉദ്ധരിച്ച ഉദ്ധരണിയും രണ്ടാം വിഭാഗം തെളിവായി നിരത്തി. നാലാമതായി ഇമാം അസ്റഈ റഹിമഹുല്ലാഹു പറഞ്ഞതിനെ വിചിന്തനത്തിന് വിധേയമാക്കേണ്ടതാണ്. കാരണം വസിയത്തിന്റെ ബാബിൽ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഖബറ് പരിപാലിക്കുന്നതിന് വേണ്ടി വസിയത്ത് ചെയ്യൽ ജായിസാണ് എന്ന് ബഹുമാനപ്പെട്ടവർ തന്നെ ശൈഖൈനിയെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന് ന്യായം പറഞ്ഞത് അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നതിലൂടെ സിയാറത്ത് സജീവമാക്കാനും സിയാറത്ത് കൊണ്ടുള്ള ബറക്കത്തെടുക്കലിനെ സജീവമാക്കാനും അത് ഉപകരിക്കും എന്നതാണ്. വസിയത്തും വഖഫും ഒക്കെ സ്വഹീഹാകണമെങ്കിൽ ഏതെങ്കിലും നിലക്ക് ശറഅ് അനുവദിച്ച വിഷയങ്ങളിൽ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാത്തതിൽ വസിയത്തും വഖഫും ഒന്നും സ്വഹീഹാവില്ലല്ലോ. അപ്പോൾ വസിയത്ത് പറ്റും എന്ന് പറഞ്ഞതിലൂടെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അനുവദനീയമാണ് എന്നാണ് ഈ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അഞ്ചാമത്തെ ന്യായം, അമ്പിയാക്കളുടെ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്താനും മസ്ജിദുൽ അഖ്സ
നിർമ്മിക്കാനും ഒക്കെ വസിയത്ത് ചെയ്യാം, അതൊക്കെ അനുവദനീയമായ കാര്യമാണ് എന്നും ആ കൂട്ടത്തിൽ അമ്പിയാക്കളുടെയും ഉലമാഇന്റെയും സ്വാലിഹീങ്ങളുടെയും ഖബറിനെയും ഷേഖ് അബൂ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതിനെയുമാണ്. ഇമാം ഖസാലി റഹിമഹുല്ലാഹുവിന്റെ ഇഹ്യായിലും വസീയത്തിലുമൊക്കെ ദീനിന്റെ പണ്ഡിതന്മാരുടെ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തകൾ അനുവദനീയമാണ് എന്നറിയിക്കുന്ന വാക്കുകൾ ഉണ്ട് എന്നതും രണ്ടാമത്തെ വിഭാഗം തെളിവായി നിരത്തി. ഇമാം ഇബ്നുർ റിഫാ റഹിമഹുല്ലാഹുവിന്റെ ശറഹുത്ത് തൻബീഹ് എന്ന ഗ്രന്ഥത്തിൽ വസീയത്തിലും ഇഹ്യായിലും ഇമാം ഖസാലി റഹിമഹുല്ലാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തൽ അനുവദനീയമാണ് എന്നല്ല, അത് മുസ്തഹബാണ് എന്നും വിലയിരുത്തി. അതിന് ന്യായമായി ഇസ്ലാമിക പട്ടണങ്ങളിൽ പഴയ കാലത്തും പുതിയ കാലത്തുമൊക്കെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്നതുമാണ് ഈ വിഭാഗത്തിന്റെ തെളിവ്. എന്നിട്ടും പണ്ഡിതന്മാരിൽ നിന്നും സാലിഹ്യങ്ങളിൽ നിന്നും ദീനിന്റെ കാര്യകർത്താക്കളിൽ നിന്നൊന്നും നാവുകൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഇതിന് യാതൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല എന്നതുമാണ് രണ്ടാം വിഭാഗത്തിന്റെ തെളിവ്. അപ്പോൾ നമ്മുടെ നാടുകളിലുള്ള ഉഡായിപ്പിന്റെ ടീമുകൾ സാധാരണഗതിയിൽ സാധാരണക്കാരായ ആളുകളെയും മുതഅല്ലിമീങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് നിരത്തുന്ന എല്ലാ ന്യായങ്ങളും തെളിവുകളും ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിന്റെ മുമ്പിൽ ഈ ചോദ്യകർത്താവ് പറഞ്ഞുകൊടുത്ത് ഈ ന്യായങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ ഈ സ്ഥലത്ത് മവാത്തിൽ അല്ലെങ്കിൽ പുറമ്പോക്ക് ഭൂമിയിൽ അല്ലെങ്കിൽ മുസബ്ബലായ ഭൂമിയിൽ ഇങ്ങനെ ഈ സ്വാലിഹായ മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവൃത്തി പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ന്യായങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഇബ്നു ഹജർ റഹിമഹുല്ല അശ്രദ്ധനായിരുന്നു എന്നോ ഇത്തരം ന്യായങ്ങളെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് എന്നോ ഇമാം ഖസാലി റഹിമഹുല്ലാഹുവും അതുപോലെ ഷറഫുദ്ദീൻ അൻസാരി റഹിമഹുല്ലാഹുവിനെ തൊട്ട് ഖാദിമിൽ സർകശി ഇമാം ഉദ്ധരിച്ച ഉദ്ധരണിയും ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിന്റെ ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടാണ് എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു ന്യായവും ഈ മറുപടിയിൽ നമുക്ക് കാണാനില്ല. ഇത്തരം ന്യായങ്ങളും മുൻകാല പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും ഇമാം ഖസാലി റഹിമഹുല്ലാഹു ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ ഉദ്ധരണികളൊക്കെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷമാണ് ബഹുമാനപ്പെട്ടവരോടുള്ള ചോദ്യം. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ആണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിന്റെ മറുപടി ഫഅജാബ ബിഖൗലിഹി അൽ മൻഖൂൽ മുഅ്തമദു കമാ ജസ്മ ബിഹി നവവി ഫി ശറഹിൽ മുഹദ്ദബി ഹുർമത്തുൽ ബിനാഇ ഫിൽ മഖ്ബറത്തിൽ മുസബ്ബല. ഈ ന്യായങ്ങളൊക്കെ ന്യായമായി പറയുന്നുണ്ടെങ്കിലും ഈ ന്യായങ്ങളൊക്കെ ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉത്ഭവിച്ച ന്യായങ്ങൾ മാത്രമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ന്യായങ്ങൾ ഉണ്ടാക്കി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മാറ്റിമറിക്കാൻ ഒരു മുകല്ലഫിനും അള്ളാഹു അധികാരം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അൽ മൻഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സഹാബത്തുൽ കിറാം, മുജ്തഹിദുകളായ ഇമാമുകൾ തുടങ്ങി നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന സർവരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട മറുപടി, ശരിയായ അഭിപ്രായം കമാ ജസമ ബിഹി നബവി, അത് എന്റെ വകയിൽ സ്വന്തം പറയുന്നതല്ല. ഇമാം നബവി റഹിമഹുല്ലാഹ് ശറഹുൽ മുഹദ്ദബിൽ വ്യക്തമായി ഉറപ്പിച്ചു പറഞ്ഞ അതേ അഭിപ്രായം ഹുർമത്തുൽ ബിനാഇ ഫിൽ മഖ്ബറത്തിൽ മുസബ്ബലത്തി, മുസബ്ബലായ മഖ്ബറയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തൽ ഹറാമ് തന്നെയാകുന്നു. അപ്പോൾ ഇവിടെ ഒരു ന്യായവും ന്യായമല്ല. ഈ ന്യായങ്ങൾക്കൊന്നും യാതൊരു പരിഗണനയും മുസ്ലിമീങ്ങളായ ആളുകൾ കാണേണ്ടതില്ല എന്ന് വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുടെ മറുപടി. കാരണം ഇത് മങ്കൂലിനെതിരെ വരുന്ന മഅഖൂലും ആദാത്തുകളും സ്വീകരിക്കാൻ മുസ്ലിം സമൂഹത്തിന് നിർവാഹമില്ല. ഫൈൻ ബുനിയ ഫിഹ, ഇനി ഏതെങ്കിലും മുസബ്ബലായ ഭൂമിയിൽ വല്ല നിർമ്മാണവും നടത്തിയിട്ടുണ്ടെങ്കിൽ ഹുദിമ, അത് ഇടിച്ച് നിരത്തപ്പെടേണ്ടതാണ്. വലാ ഫർഖ ഫീ ദാലിക ബൈന ഖുബൂരി സ്വാലിഹീന വൽ ഉലമാഇ വഗൈരിഹിം, സ്വാലിഹീങ്ങളുടെ ഖബറുകളെന്നോ ഉലമാഇന്റെ ഖബറുകളെന്നോ സാധാരണക്കാരന്റെ ഖബറെന്നോ ഒരു വ്യത്യാസവും ആ വിഷയത്തിൽ കാണേണ്ടതില്ല. വമാ ഫിൽ ഖാദിമി, ഇമാം സർകശി റഹിമഹുല്ലാ ഖാദിമിൽ ഉദ്ധരിച്ച ആ ഒരു അഭിപ്രായം മിമ്മാ യുഖാലിഫു ദാലിക, ഈ മങ്കൂലായ മുഅ്തമദായ ഇമാം നബവി റഹിമഹുല്ലാ ഉറപ്പിച്ചു പറഞ്ഞ ഈ അഭിപ്രായത്തിനെതിരായി കാണുന്ന വിഷയം
ലഈഫുൻ, അത് വളരെ ദുർബലമാകുന്നു. ലാ യുൽതഫത്തു ഇലൈഹി, അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ലഈഫായ ദുർബലമായ മുസ്ലിം പണ്ഡിതന്മാർ ഷാഫിഈ മദ്ഹബിലെ ഇമാം നബവിയും ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുമുള്ള തുടങ്ങിയ മഹാന്മാരൊക്കെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ദുർബലമായി തള്ളിയ അഭിപ്രായത്തെയാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ പുരോഹിതന്മാർ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുന്നത് അവരവർക്ക് നല്ലത്. എന്നിട്ടും ബഹുമാനപ്പെട്ടവർ നിർത്തുകയല്ല. വക്കം അൻകറൽ ഉലമാഉ, പണ്ഡിതന്മാരായ ഇൽമുള്ള എത്ര ആളുകളാണ് എതിർത്തിട്ടുള്ളത്. അലാ ബാനി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കുബ്ബയെ നിർമ്മിച്ച ആളുടെ മേൽ, വഗൈരിഹ, മറ്റുള്ള കുബ്ബകളെയും, വഖഫ, ഇനി പഴയ കാലത്തെ ആലിമീങ്ങളൊന്നും എതിർത്തിട്ടില്ല എന്ന ഒരു ന്യായം മുകളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞത് ഒരിക്കലും സ്വീകാര്യമല്ല. അവരുടെ കിതാബുകളിലൊക്കെ അവർ ഇതിനെ എതിർത്തുകൊണ്ട് എഴുതി വെച്ചത് തന്നെ ആ പണ്ഡിതന്മാരൊന്നും ഇതിനെ അംഗീകരിച്ചിട്ടില്ല എന്നതിന് വ്യക്തമായ തെളിവാണ്. അപ്പോൾ ഇമാം ഷാഫിഈ റഹിമഹുല്ല ഹിജ്റ 204 വഫാത്തായ മഹാനാണ്. ആ സമയത്ത് ആ ഭൂമിയുടെ അവസ്ഥ എന്താണ് എന്ന് ഒരുപക്ഷെ ഹിജ്റ 900 ശേഷം ജീവിച്ച ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിന് വ്യക്തമായി മനസ്സിലാക്കാൻ പോലും പ്രയാസകരമാണ്. അതിന്റെ അടിയാധാരം പരിശോധിക്കാനും അത് ആര് വഖഫ് ചെയ്തതാണ്, മുസബ്ബലാണോ അല്ലെങ്കിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോ അവിടുത്തെ ശിഷ്യന്മാർക്കോ ആരെങ്കിലും വെറുതെ കൊടുത്ത് അവരുടെ മിൽക്കിലുള്ളതാണോ എന്നൊന്നും ചിന്തിക്കാതെ ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെട്ട ഒരു അഭിപ്രായം അത് മുസബ്ബലായ ഭൂമിയാണ് എന്നാണ്. ആ അഭിപ്രായത്തെ വെച്ചുകൊണ്ടാണ് അടിയാധാരം പോലും പരിശോധിക്കാതെ, അതിനുള്ള ഒരു സാധ്യത പോലും പരിഗണിക്കാതെ മുൻഗാമികളായ ആളുകൾ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹുവിനെ ഉപയുണ്ടാക്കിയതിനെ എതിർത്തിട്ടുണ്ട് എന്ന വിഷയം യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ പൊതുസമൂഹത്തിലേക്ക്, പണ്ഡിത ലോകത്തേക്ക്, മുസ്ലിം സമൂഹത്തിലേക്ക് ഇബ്നു ഹജർ റഹിമഹുല്ലാഹു ഈ മറുപടിയിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്. ആ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിനെ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അതോടൊപ്പം ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹുവിന്റെ ഖബറിന്റെ കാര്യത്തിൽ പോലും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രൂപത്തിൽ അതിനെ അടിയാധാരം പരിശോധിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പേരിലുള്ള തർക്കങ്ങളെ പരിഗണിച്ചുകൊണ്ടോ അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് അത് ഒരു പക്ഷേ മംലൂക്കായ ഭൂമിയിലായിരിക്കാം എന്ന ഒരു സാധ്യത വെച്ചുകൊണ്ട് പോലും ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹുവിന്റെ ഖബറിന്റെ മുകളിലുള്ള കുബ്ബയെ കുറിച്ചുള്ള ചർച്ച ഇബ്നു ഹജർ റഹിമഹുല്ല ഒഴിവാക്കിയില്ല. കാരണം ഇത് ഗൗരവമേറിയ വിഷയമാണ്. ഇനി മുസബ്ബലായ ഭൂമി കൊണ്ട് ഉദ്ദേശം എന്താണ് എന്ന് ഹനഫി ഇമാമിന്റെ ഉദ്ധരണി ബഹുമാനപ്പെട്ടവർ പറയുന്നു. അല്ലദീ ഇഅ്താദ അഹ്ലുൽ ബലദി അദ്ദഫന ഫിഹാ, ഒരു നാട്ടുകാർ അവിടെ മറവ് ചെയ്യുന്നതിനെ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലമാണ് മുസബ്ബലായ ഭൂമി. അമ്മൽ മൗഖൂഫത്തു, മയ്യത്തുകളെ മറവ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരാൾ വഖഫ് ചെയ്ത സ്ഥലമാണെങ്കിൽ, മംലൂക്കത്തു ബിഗൈരി ഇദ്നി മാലിക്കിഹാ, മറ്റാരുടെയെങ്കിലും ഉടമസ്ഥതയുള്ള സ്ഥലത്ത് ആ ഉടമസ്ഥന്റെ അനുവാദം ഇല്ലാതെ മറവ് ചെയ്തതാണെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തും. ഫയഹ്റുമുൽ ബിനാഉ ഫീഹിമാ, മൗഖൂഫായ ഭൂമിയിലും മറ്റൊരാളുടെ ഉടമസ്ഥതയുള്ള സ്ഥലത്തും അയാളുടെ അനുവാദമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തൽ ഹറാമ് തന്നെയാണ്. അതിൽ യാതൊരു തർക്കത്തിനും ഇട നൽകാതെയാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. മുത്തുലക്കൻ, നിരുപാധികം ഹറാമാകുന്നു. ഖത്അൻ, അതിൽ പണ്ഡിത ലോകത്ത് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. മൗഖൂഫായ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ഹറാമാണ് എന്നതിൽ ഒരു പണ്ഡിതനും തർക്കമില്ല. ഒരു നിബന്ധനകൾക്കും വിധേയമല്ല. അവിടെ പണ്ഡിതനാവട്ടെ, പാമരനാവട്ടെ, ഫാലിഹാവട്ടെ, വലിയാവട്ടെ, ആര് തന്നെയാണെങ്കിലും മുത്തുലക്കൻ ഖത്അൻ മൗഖൂഫായ ഭൂമിയിൽ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ഹറാമാണ് എന്നത് തർക്കമില്ലാത്ത വിഷയമാണ് എന്നതും ബഹുമാനപ്പെട്ടവർ ഇവിടെ വിവരിച്ചു തരുന്നു. വീണ്ടും ബഹുമാനപ്പെട്ടവർ തുടരുന്നു. അപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ച ഈ സ്ഥലത്തുള്ള നിർമ്മാണം അവിടെ യഹ്റുമുൽ ബിനാഉ ഫീഹാ, മൗഖൂഫല്ലാത്ത ഈ ഭൂമിയിൽ തന്നെ, അഥവാ ആളുകൾ ഇതുവരെ മറവ് ചെയ്തു വരുന്നത് കൊണ്ട് മുസബ്ബലിന്റെ സ്ഥാനത്തായ മുസബ്ബലായ ഈ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തൽ ഹറാമാണ്. വയൂഹുദമു മാ ബുനിയ ഫീഹ, അവിടെ ആരെങ്കിലും വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇടിച്ച് നിരത്തപ്പെടേണ്ടതാണ്. വൈൻകാന അലാ സ്വാലിഹിൻ ഔ ആലിമിൻ, അത് സ്വാലിഹായ ആലിമായ ഒരാളുടെ ഖബറിന്റെ മുകളിലാണെങ്കിൽ പോലും അന്യരുടെ ഭൂമിയിൽ അവരുടെ സമ്മതമില്ലാതെ മറവ് ചെയ്യുന്നത് കൊണ്ടാണ് നിർമ്മാണം ഹറാമായത് എന്ന് പറയുന്ന പുരോഹിതന്മാർക്ക് വ്യക്തമായ മറുപടി പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ റഹിമഹുല്ല
തുടരുന്നു. ഫഅ്തമിദ് ദാലിക, പരലോകത്തെ പേടിക്കുന്ന, ഇതേക്കുറിച്ചൊക്കെ പരലോകത്ത് നാം ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമേ, ഇത് തന്നെ നീ അവലംബിക്കണം. വലാ തഗ്തറ ബിമാ യുഖാലിഫുഹു, അതിനെതിരായി ഉഡായിപ്പ് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരുടേതടക്കമുള്ള ഒരഭിപ്രായവും ഒരു പ്രസംഗവും ഒരു എഴുത്തും ഒരു പ്രവർത്തനവും കണ്ടുകൊണ്ട് നീ വഞ്ചിതനായി പോകണ്ട എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ നമുക്ക് വാണിംഗ് തരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലും അടുത്ത വോയിസുകളിലും ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്ന ബഹുമാനപ്പെട്ടവരുടെ തന്നെ മറുപടി നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.